എറണാകുളം തിരുവാണിയൂരിൽ അമ്മ 4 വയസ്സുകാരെ പുഴയെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ആലുവ കോടതിയിലാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. എസ് ശ്യാംകുമാറും YS അഭിനന്ദും ചേരുന്നുണ്ട്. ആദ്യം ഞാൻ ശ്യാംകുമാറിലേക്ക് ഒന്ന് പോകുന്നു. ശ്യാം, ഇതിലിപ്പോഴും കുറേ അധികം ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഒരു 4 വയസ്സുകാരി കുഞ്ഞ്, അതിന് 2.5 വയസ്സ് മുതൽ ഇത്തരത്തിൽ ക്രൂരമായ ലൈംഗിക പീഡനം അനുഭവിച്ചിട്ടും ആരും അറിഞ്ഞില്ലേ? ഏതെങ്കിലും തരത്തിലൊരു സൂചനയും ആർക്കും കിട്ടിയില്ലേ? അമ്മയ്ക്കിതറിയാമായിരുന്നോ? അച്ഛനിതറിയാമായിരുന്നോ? ബാക്കി വീട്ടുകാർക്ക് ഇതറിയാമായിരുന്നോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എന്നാണല്ലോ അമ്മ പറയുന്ന മൊഴി. അപ്പോൾ ഈ പീഡനവും ഈ കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ എപ്പോഴാണ് വ്യക്തത വരിക? അമ്മയെ ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക ചോദ്യം ചെയ്യലുണ്ടോ ശ്യാം? ഹാഷ്മി, ഈ കേസിൽ ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ ഒരുപിടി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഈ കുട്ടിയുടെ കൊലപാതകവും കുട്ടിക്ക് മരണശേഷം കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് പോലീസിന് തന്നെ പ്രാഥമികമായി കണ്ടെത്തേണ്ടത്. ഈ സാഹചര്യത്തിലാണ് കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ചെങ്ങമനാട് പോലീസ് ഇപ്പോൾ ആലുവ കോടതിയിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. 7 ദിവസത്തേക്കാണ് അമ്മയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ശേഖരണമായിരുന്നു പ്രധാന കടമ്പയെങ്കിൽ ഇപ്പോൾ രണ്ടാമത് കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിച്ചു, അത് കൊല്ലപ്പെടുന്നതിന് തലേ ദിവസവും അത്തരത്തിൽ ഉപദ്രവം ഉണ്ടായി എന്നുള്ളതും അമ്മയോട് ഈ വിവരം കുഞ്ഞു പറഞ്ഞു എന്ന വിവരം പ്രതി പോലീസിന് മൊഴി നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ വിവരം അമ്മ മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നോ എന്നത് പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കുട്ടി ഈ വിവരം പറഞ്ഞ ശേഷം എന്ത് ചെയ്തു എന്ന വിവരം അറിയേണ്ടതുണ്ട്. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ വീട്ടിൽ വേറെ ആർക്കെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന വിവരവും അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരുപിടി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണ് പോലീസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അത് കോടതി ഈ പ്രതിയെ കസ്റ്റഡിയിൽ എന്തായാലും അമ്മ ചെയ്ത ആ നടപടി അങ്ങേറ്റം നീചമാണ്, നീതീകരിക്കാവുന്നതല്ല. പക്ഷേ ആ വിഷയത്തിൽ നമുക്ക് അമ്മയെ മാത്രമാണ് കുറ്റപ്പെടുത്തേണ്ടത്. അത് കുറ്റപ്പെടുത്തേണ്ട ആൾക്കാർ ആരൊക്കെയാണ്, ഇനി പ്രതിയാവാൻ പോകുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നതൊന്ന് വ്യക്തത വരട്ടെ. അതാ YS അഭിനന്ദ് കൂടി ചേരുന്നുണ്ട്. അഭിനന്ദ്, ഈ അങ്കണവാടി ടീച്ചർ വേദനയുണ്ട് എന്ന് അങ്കണവാടി ടീച്ചറോട് ഈ കുട്ടി പറഞ്ഞൊന്നും, അത് പക്ഷേ വല്ല യൂറിൻ ഇൻഫെക്ഷൻ ആയിരുന്നിരിക്കാം എന്ന് ടീച്ചർ പറഞ്ഞെന്നൊക്കെ ചില പ്രദേശവാസികൾ പറയുന്നു എന്നുള്ളതാണല്ലോ വരുന്ന സൂചന. അങ്കണവാടി ടീച്ചർ പക്ഷേ പോലീസിനോട് പറയുന്നത് എന്താണ്? കാര്യം ആ മൊഴി നിർണായകമാണല്ലോ അഭിനന്ദ്. ഹാഷ്മി, കേസെടുത്തതിന് പിന്നാലെ തന്നെ അംഗനവാടി ടീച്ചറുടെ മൊഴി പരിശോധിച്ചിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ അംഗനവാടി ടീച്ചർ ഇത്തരത്തിലേക്ക് ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പ്രതികരിച്ചത്. പിന്നാലെയാണ് പ്രദേശവാസികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തത്. പ്രദേശവാസികൾ പറയുന്നത് ഇപ്രകാരമാണ്: അംഗനവാടി ടീച്ചറിനോട് ഈ അമ്മ ഇക്കാര്യം അറിയിച്ചിരുന്നു. സ്വകാര്യ ഭാഗത്ത് വേദനയുണ്ടെന്ന് കുട്ടിയും അംഗനവാടി ടീച്ചറിനോട് പറഞ്ഞു. ഈ കുട്ടി ഈ പറഞ്ഞതിനെ തുടർന്ന് അമ്മയോട് ഇക്കാര്യം അംഗനവാടി ടീച്ചർ അറിയിച്ചിരുന്നു. സ്വകാര്യ ഭാഗത്ത് വേദന ഉണ്ടായിരുന്നു എന്നായിരുന്നു കുട്ടി പറഞ്ഞിരുന്നത്. മൂത്രാശയ സംബന്ധമായ രോഗത്തിന്റെ ഭാഗമാണെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും അംഗനവാടി ടീച്ചർ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അംഗനവാടി ടീച്ചറുടെ പ്രതികരണം നമ്മൾ എടുത്തപ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ദിനം പ്രതി വന്നുകൊണ്ടിരുന്നത്, എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു, അതുകൊണ്ട് അത്തരത്തിലൊരു സംശയവും തോന്നിയിട്ടില്ല. ബന്ധുക്കളെല്ലാം തന്നെ അംഗനവാടിയിൽ ഈ കുട്ടിയെ പഠിക്കുവാനായി കൊണ്ടാക്കുമായിരുന്നു. അത്തരത്തിലേക്ക് ഒരു തരത്തിലുള്ള സംശയവും തനിക്ക് ഉണ്ടായിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന രീതിയിലാണ് ഇപ്പോൾ അംഗനവാടി ടീച്ചർ പ്രതികരിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപ് നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു വാർത്തയും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും വളരെ കാര്യമായിട്ട് തന്നെ പഠിപ്പിച്ചിട്ട് പോകുന്നു. താൻ മടിയിലെടുത്ത് പഠിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായത് മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞതെന്നും കേൾക്കുന്ന വാർത്തകൾ തനിക്ക് വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കുന്നുവെന്നാണ് അംഗനവാടി ടീച്ചർ പ്രതികരിച്ചത്. ഈ പ്രദേശവാസികളടക്കം തന്നെ വലിയ രീതിയിലുള്ള ഞെട്ടലാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്നത് ഈ വീട്ടിൽ ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് പരമാവധി തെളിവുകൾ ശേഖരിച്ച് പഴുതടച്ച അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീട്ടിൽ ഇപ്പോൾ പരിശോധന, കുട്ടിയുടെ വീട്ടിൽ കുട്ടിയുടെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് കുട്ടി നേരിട്ട ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് കൂടിയാണ്.